ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വളരെ നൊസ്റ്റാൾജി നിറഞ്ഞൊരു വീഡിയോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് പള്ളിക്ക് നല്ല കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ നിന്ന് ഉച്ചക്കത്തെ പള്ളിയിൽ കഴിഞ്ഞിട്ട് ഫുഡ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വൈവാണ്. അതിലൊരു വൈവാണ് ഗായ്സ് നമ്മളെ ഫ്രൈ കല്ലമ്മക്കായ. നമ്മളെ കേരളത്തിലെ എങ്ങനെ ചുറ്റും എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നമ്മളെ തലശ്ശേരി, കണ്ണൂർ ആ ഒരു ചുറ്റുഭാഗത്ത് ഉണ്ടാകുന്ന സാധനമാണ് ഈ കല്ലമ്മക്കായ. വേറെ ലെവൽ കായ പൊരിച്ചിട്ട് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്പർ 1. ഇത് നമ്മൾ ഒന്നാമത്തെ നൊസ്റ്റാൾജി. രണ്ടാമത്തെ നൊസ്റ്റാൾജി ഗായ്സ് കൂന്തൽ വരട്ടിയത്. ഇത് വേറൊരു നൊസ്റ്റാൾജി. മൂന്നാമത്തെ നൊസ്റ്റാൾജിയാണ് ഗായ്സ് നമ്മളെ പോത്തും കാല്. ഇതിലുള്ള മജയില്ല ഗായ്സ്. അതിങ്ങനെ വരുമുണ്ടല്ലോ, ചുറ്റും ഒന്നും കാണാൻ കഴിയില്ല. അത്രയ്ക്കും നൊസ്റ്റാൾജി. പിന്നെ നമ്മളെ കാദർഖാൻ്റെ ചിക്കൻ കറി, പിന്നെ നമ്മളെ നോർമലി നെയ്ച്ചോറ്. ഇത് വേറെ ലെവലാണ് ഗായ്സ്. ഇതെല്ലാം അടിച്ചെങ്കിൽ വയറ്റിലങ്ങ് പോകുമ്പോണ്ടല്ലോ, അത് നമ്മളെ സ്വന്തം, നമ്മളെ കേരളം, നമ്മളെ നാട്. അത് ഏത് ലോകത്ത് പോയാലും കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഇത് നമ്പർ 1. നമ്മളെ നാട് തന്നെയാണ് ഗായ്സ് നമ്പർ 1. ചോറ് തിന്ന് ഒരു ഇപ്പം സമയം എത്രയായി? 5 മണി, 5:30 മണിയായി ഗായ്സ്. 5:30 മണിക്ക് ഇതാ നമ്മളിപ്പോൾ സേമിയ പായസം കുടിക്കുകയാണ്. ഈ സേമിയ പായസത്തിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മാഗി ഉണ്ടാക്കിയതാണ് ആരോ. അതിന് ശേഷം മാഗി മടുത്തിട്ടാണ് ഈ സേമിയ പായസം കണ്ടുപിടിച്ചിട്ട് സേമിയ പായസമാക്കിയത് ഗായ്സ്. അതാണ് ഇതിൻ്റെ കഥ. പക്ഷേ വേറെയും കഥകളുണ്ട് ഒരുപാട്, പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഇതാണ് എനിക്ക് മനസ്സിലായ കഥ. പക്ഷേ മാഗിനെക്കാട്ടിയും ടേസ്റ്റ് ഫുള്ളാണ് ഈ സേമിയ പായസം ഗായ്സ്. ചുറ്റൊന്നും കാണാൻ കഴിയില്ല ഗായ്സ്. വാവ്, ഇതാണ് നമ്മളെ ചക്കരക്കൽ ഗായ്സ്. ചക്കരക്കൽ സ്റ്റാൻഡാണ് ഗായ്സ്. അപ്പോൾ ചക്കരക്കല്ലിലെ സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണി 8 കഴിഞ്ഞാൽ ബസ്സൊന്നുമില്ല. യാത്രക്കാരെല്ലാം പുറത്ത് വന്നിട്ട് നിൽക്കണം. സ്റ്റാൻഡ് വെറുതെ ഒരു കാഴ്ച പോലെ. ഇതാണ് നമ്മളെ ചക്കരക്കാൽ. 7 മണി കഴിഞ്ഞ് പിന്നെ ഉറങ്ങി. പക്ഷേ വീശിക്കും നമ്മളെ ചക്കരക്കാൽ വീണ്ടും തിരിച്ചു വരും. 11 മണി വരെ ടൗൺഷിപ്പായിട്ട് വളരുന്ന നമ്മളെ ഭാവിയിലെ ടൗണാണ് ഗായ്സ്. മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഗായ്സ്, ഈ മാർക്കറ്റിൻ്റെ ഉള്ളാണിത്. എല്ലാവരും, ഒരു കുട്ടി ഇവിടെ ഇല്ല, എല്ലാവരും പോയി ഗായ്സ്. ഈ മാർക്കറ്റ് വരെ പൂട്ടി കെട്ടിപ്പോയി, ഒരു കുട്ടിയില്ല. ഇതാണ് അവസ്ഥ. 7 മണി 7:30 മണിയായിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചക്കരക്കാലിൽ ഉറങ്ങി ഗായ്സ്. ഇതാണ് അവസ്ഥ ചക്കരക്കാലിൽ. ബസ്സെല്ലാം അങ്ങ് കയറ്റി വെച്ച് സ്റ്റാൻഡിലൊന്നും ഒരു കുട്ടിയില്ല ഗായ്സ്. ഇപ്പോൾ ബസ്സെല്ലാം താഴത്തുനിന്ന് നിർത്തി അവരങ്ങനെ പോകും. പിന്നെ എങ്ങനെയാണ് ഈ ചക്രക്കാല ഉണർച്ച ഉണ്ടാവുക? ഒരു 7 മണി 8 മണി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. ഒരു 10-11 മണി വരെയും പോയാൽ എല്ലാ ബസ്സും ഇവിടെയാണ് നിർത്തുക 7 മണിക്ക് ശേഷം. പിന്നെ ഒരാൾ സ്റ്റാൻഡിൽ കയറില്ല. പിന്നെ എങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഉണർച്ച ഉണ്ടാവും? അതാണ് മെയിൻ റീസൺ ഗായ്സ്. കണ്ടോ, ബസ്സെല്ലാം ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് കണ്ടോ ഗായ്സ്. നല്ല വെളിച്ചം. കാരണം ഇത് കണ്ടോ, ചക്കരക്കാല് ടൗണിലൊരു കുട്ടിയില്ല, പക്ഷെ ടൗണിൻ്റെ ഇങ്ങോട്ട് ഭയങ്കര ആൾക്കാരും ഭയങ്കര ടൗൺഷിപ്പൊക്കെ. ചക്കരക്കാല് ടൗണിലൊരു കുട്ടിയില്ല. നൊസ്റ്റാൾജി, വല്ലാത്തൊരു നൊസ്റ്റാൾജി. ഇതാണ് നമ്മളെ ചൂള. പക്ഷേ ചൂളയിൽ ഒരുപാട് മാറിപ്പോയി. ഒരുപാട് മാളുകൾ വന്ന്, പിന്നെ അടുത്ത് ബാങ്കുകളുണ്ട്. പിന്നെ ചക്കരക്കാൽ ടൗണേ ആകെ, അതായത് ചക്കരക്കാൽ മൊത്തത്തിൽ മാറി ഗായ്സ്. പക്ഷേ ഒരുപാട് ആൾക്കാരെ കുറവുണ്ട്. പക്ഷെ എല്ലാവരും അടുത്ത് ടൗണുകൾ വന്ന് സാധനങ്ങൾ മേടിക്കുക, മാളുകളിൽ വരിക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചക്കരക്കൽ ഭയങ്കരമായിട്ട് ബേസിക്കും. എല്ലാവർക്കും ജോലി സാധ്യത, ബിസിനസ്സിനും 100% ഓപ്പുള്ളൊരു നല്ലൊരു ടൗണാണ് നമ്മളെ ചക്കരക്കൽ ഗൈസ്. ഇതാണ് നമ്മളെ കേക്കബ്, ചക്കരക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇവിടെയെല്ലാം നല്ലൊരു അത്യാവശ്യത്തിന് ക്രൗഡ് ഫുള്ളുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ബിസിനസ് കൊണ്ടുവരുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതല്ല ടൗൺഷിപ്പ് നല്ലോണം വികസിപ്പിക്കാൻ നോക്കുക. ഒരുപാടാക്കി ഇവിടെ ബിസിനസ്സിൻ്റെ ഓപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ ചക്കരക്കൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഗായ്സ്. ഇതാണ് നമ്മളെ ടൗണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ടൗണിലുണ്ട് ചക്കരക്കലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെയൊന്നും ആൾക്കാർ എത്തിപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ അടുത്തുള്ള ടൗണിൽ വരിക, സപ്പോർട്ട് ചെയ്യുക, നല്ല ക്രൗഡ് ഫുള്ളാക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത് നല്ല ടൗണുകൾ വരും, വികസനങ്ങളുണ്ടാവും, എല്ലാവർക്കും ബിസിനസ്സിൻ്റെ ഓപ്പ് ഉണ്ടാവും. പിന്നെ ആൾക്കാർ എന്താ പറയണ്ടേ, മറ്റുള്ള ആൾക്കാർക്ക് ജോലി സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ടൗണെല്ലാം വികസിക്കും, ഉഷാറാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് 100% വികസിക്കും.
അപ്പോൾ എല്ലാവരും അടുത്തുള്ള ടൗണിൽ വരിക, എല്ലാവർക്കും ബിസിനസ് ഉണ്ടാകട്ടെ. എനിക്ക് തോന്നുന്നു ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമ്മളെ ടൗൺ ചക്രക്കാലം അടിപൊളിയാവും, അത് ഉറപ്പാണ്. നമ്മളെ കടലക്ക കട, ഇത് നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചക്രക്കാലിൽ. പക്ഷേ ഇതൊരു നൊസ്റ്റാൾജിയാണ് ഗൈസ്. നമ്മളെ കടലക്ക നമ്മൾ പണ്ട് ടൗണിൽ വന്നു കഴിഞ്ഞാൽ മേടിക്ക് എവിടെ പോയാലും ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കടലക്കയാണ്. ഇതാണ് നമ്മളെ കടലക്ക ഗൈസ്, പൊളിക്കടലക്കയാണ്. മുത്തിന് വരുന്ന ഷെഫീർ ഖാൻ്റെ കടലക്കറിയില്ല, അല്ല കടലക്ക പീടിയിൽ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കടലക്ക മേടിക്കും ഇവിടുന്ന് ഗൈസ്. ഇത് നമ്മളൊരു നൊസ്റ്റാൾജിയ കടലക്ക, വേറെ ലെവലാണ് ഗൈസ്. ഇതൊന്ന് തിന്നാണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. ടൗണിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തിന്നുന്ന സാധനമാണ് നമ്മുടെ ഈ കടലക്ക. വാ ഫാന്റാസ്റ്റിക്, ഇവിടെ കടലക്ക ഗൈസ്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ഈ ഷെഫീർ ഖാൻ്റെ കടയിൽ വന്നാൽ മതി ഗൈസ്. ചക്രക്കാലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ താഴത്ത്. ഷെഫീർ നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ ഉണ്ടാവുക? ഇവിടെ തന്നെ ഉണ്ടാവുക ഗൈസ്. ഇവരെല്ലാം ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. കാരണം ഇവരാണ് നമ്മളെ എന്താ പറയണ്ട നാളത്തെ പ്രചോദനം പറയില്ല. കാരണം ഒരു പണിയും കിട്ടിയിട്ടില്ല, നമുക്ക് ഈ പണിയും എടുത്തിട്ട് ജീവിക്കാമെന്നുള്ളൊരു ഇതാണ് ഇവരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരെല്ലാം നമ്മളെ പ്രൊമോട്ടർ. കാരണം ഇവരെല്ലാം കണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ഗൈസ്. മീൻസ് നാളെ ഒരു പണിയും കിട്ടിയിട്ടില്ല, ഈ പണിക്കെങ്കിലും നമ്മൾ ഇറങ്ങി ജീവിക്കണമെന്ന് കാണിച്ചു തരുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ ആൾക്കാരെല്ലാം. അപ്പോൾ ഇവരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഗൈസ്.